സർ, ഇപ്പോൾ ലേറ്റസ്റ്റ് ബഹളം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധിയെ അപമാനിച്ചു എന്നാ പറയണേ. സാറ് കണ്ടിരുന്നു അത്? ഞാൻ കണ്ടു. ഈ എന്തെങ്കിലുമൊക്കെ ആ മനുഷ്യനെതിരെ കിട്ടാനായിട്ടിരിക്കുകയാണ്. നമുക്ക് ഞാൻ ആ ഇൻ്റർവ്യൂ ആ പോർഷൻ ഏകദേശം ഒരു 5 മിനിറ്റുള്ള ഫുൾ ക്ലിപ്പ് തന്നെ എടുത്തു നോക്കി. ഇൻ്റർവ്യൂ ഈസ് മച്ച് ലോങ്ങർ. ഇതിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടി 75 വർഷം മുമ്പ്, അല്ലെങ്കിൽ 1947. അപ്പോൾ ഇത് കൂടാതെ നമുക്കൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ആദ്യം അദ്ദേഹം പറയുന്ന ഉദാഹരണം, ഇപ്പോഴാണ് നമ്മൾ IPC CRPC എവിഡൻസ് ആക്റ്റൊക്കെ മോഡിഫൈ ചെയ്ത് നമ്മുടെ ആക്കുന്നത്. ഇത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നതല്ലേ? ഈ എൻ്റെ എതിരാളികൾക്ക് ആ ഒരു വിചാരമേ ഉണ്ടായില്ല. കാരണം അവർ മാനസികമായിട്ട് മോചിതരായിട്ടില്ല, അവരിപ്പോഴും ബ്രിട്ടീഷ് അടിമകളാണ്. എന്നിട്ട് പിന്നെ അടുത്ത ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, മഹാത്മാഗാന്ധി നോക്കൂ. മഹാത്മാഗാന്ധി ലോകത്തെ വലിയൊരു ആരാധ്യ പുരുഷനാണ് അല്ലേ? പക്ഷേ കഴിഞ്ഞ 75 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്താൻ, ലോകത്തിൽ അദ്ദേഹത്തെ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലെന്നേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്. ഇത് മഹാത്മാഗാന്ധിക്ക് അപമാനമാകുന്നത് എങ്ങനെയാണ്? അദ്ദേഹം തന്നെ പറയുന്നു, ഒരു കാലത്ത് മഹാത്മാഗാന്ധി വലിയൊരു ഫിഗറായിരുന്നു ലോകത്ത്, ആൽബർട്ട് ഐൻസ്റ്റൈൻ അറിഞ്ഞിരുന്നു, കാര്യമൊക്കെ ശരി. ബട്ട് അത് നിലനിന്നോ? ഇന്ന് ലോകത്ത് ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ട് എന്നറിയാവുന്ന എത്ര പേരുണ്ട്? നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്, എത്രയോ ഫോറിനേഴ്സ് പറഞ്ഞു, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വിലയുണ്ടായത് മനുഷ്യൻ. അപ്പോൾ ഇന്ത്യ എന്നുള്ള പേര്, ഭാരതം എന്നുള്ള പേര് തന്നെ ഇപ്പോഴാണ് സാധാരണ ജനങ്ങൾ അറിഞ്ഞത്. ഗാന്ധിയെ അറിയുന്ന കാലത്ത് ഗാന്ധിയെ അറിയുമായിരുന്നു, അവരൊക്കെ മരിച്ചുപോയില്ലേ? നിങ്ങൾ ഓർമ്മ നിലനിർത്തുന്നത് എങ്ങനെയാണ്? ത്രൂ വേരിയസ് പ്രോഗ്രാംസ്, സ്പ്രെഡിങ് ഹിസ് മെസ്സേജ്, ഇങ്ങനെയൊക്കെ ചെയ്താണ് ഗാന്ധിയെ നിലനിർത്തുന്നത്. അതല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ മരിച്ചു പോയി കഴിയുമ്പോൾ ആ ഓർമ്മയും മരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരുടെ ഒരു ധാരണ, ഇപ്പോൾ MG റോഡ് എന്ന് പേരിട്ടാൽ മഹാത്മാഗാന്ധിയുടെ പേര് നിലനിൽക്കില്ല. ലക്ഷ്മി നോക്കൂ, ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കുക, MG റോഡിൻ്റെ MG എന്താണെന്ന്. എന്താ ചോദിച്ചു എന്ന് തിരിച്ചു ചോദിക്കും, അറിയില്ല. അവരുടെ കുറ്റമല്ല. നിങ്ങൾ ഈ 2 ഇനിഷ്യലിലാക്കി മഹാത്മാഗാന്ധിയെ ചുരുക്കി. മഹാത്മാഗാന്ധി റോഡെന്നെങ്കിലും എഴുതണ്ടേ? ഇല്ല, MG റോഡെന്നാക്കി, MG യൂണിവേഴ്സിറ്റി എന്നാക്കി. ഇതിനെയാണ് മോദി ഭംഗ്യന്തരൻ പറഞ്ഞത്, കഴിഞ്ഞ 75 വർഷമായിട്ട് ഗാന്ധിജിയെ നിലനിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അത് സത്യമാണ്. ഇപ്പം എത്ര പേർക്ക് ഗ്രാമസ്വരാജ് എന്താണെന്നറിയാം? അറിയില്ല. ട്രസ്റ്റിഷിപ്പ് ആക്ട് അറിയാമോ? അറിയില്ല. ഭൂദാന പ്രസ്ഥാനം എന്താണെന്നറിയാമോ? അറിയില്ല. അത് മുന്നോട്ട് കൊണ്ടുപോയത് വിനോബാ ഭാവെയാണ്. പറഞ്ഞാൽ ലക്ഷ്മി അന്തം വിട്ടു പോകും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭൂമി വിതരണം ചെയ്തല്ലോ, പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വിനോബാ ഭാവെ ഒരു വഴക്കും പിടിച്ചെടുക്കലും ഇല്ലാതെ വിതരണം ചെയ്തു. അതായിരുന്നു ഭൂദാന പ്രസ്ഥാനം. ഗാന്ധിജി ഇനിഷ്യേറ്റ് ചെയ്തതാണ്, വിച്ച് വാസ് ക്യാരിഡ് ഓൺ ബൈ വിനോബാ ഭാവെ. അതിൽ സംഭവം ഇത്രയേ ഉള്ളൂ, ആളുകളെ കണ്ട്, ഭൂമിയുള്ളവരെ കണ്ട് സംസാരിക്കും. നിങ്ങൾക്ക് ഇത്രയും ഭൂമിയുണ്ടല്ലോ, കുറച്ച് കൊടുക്ക്, ഒരു 100 ഏക്കർ അവർക്ക് കൊടുക്കുക. അയ്യോ, എന്തിനാ ഇതിന് മാത്രം? നിങ്ങൾ എന്താ ചുമന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പോകുന്നു? ഈ രീതിയിൽ പെർസ്യൂഡ് ചെയ്തിട്ട് ആ മനുഷ്യൻ വില്ലിംഗ്ലി 100 ഏക്കർ കൊടുക്കും. ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, നിയമമില്ല, വഴക്കില്ല, ഗോള ഒന്നുമില്ല. ഇവിടെ കേരളത്തിലും മിച്ചഭൂമിയും 10 സെന്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു വഴക്കോ അലമ്പുമൊക്കെ നടന്നു. യു ബ്രിങ് ഇൻ എ ലോ, definitely there will be resistance, but you change the mind of the people, everybody will be happy. ഇതായിരുന്നു ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ. ഇത് നിലനിർത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്തോ? അതിന് മുമ്പോ അതിന് ശേഷമോ അദ്ദേഹം രാമജന്മഭൂമിയുടെ പറയുന്നു. രാമജന്മഭൂമിയുടെ കേസ് 500 साल चला जी. अब 500 साल के बाद जब कोर्ट का फैसला आ गया, ഈ കേസ് കൊടുത്ത ആള് അൻസാരി, അയാളും കൂടെ ചേർന്നാണ് ക്ഷേത്രം പണിയുന്നത്. ഇത് ലോകത്തിനൊരു മെസ്സേജ് അല്ലേ?
ഇത് വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയുടെ മെസ്സേജ് അല്ലേ? കറക്റ്റ്. ഗോ ടു ദ റൂട്ട്സ്. ബട്ട് നമ്മളിത് അഡ്വർട്ടൈസ് ചെയ്തില്ല. നമ്മളിതെന്തോ വലിയ പ്രശ്നമാണ്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിച്ചു കളയും എന്നൊക്കെയുള്ള ഭാഷയിൽ ആ അർത്ഥത്തിൽ സംസാരിച്ചു പ്രതിപക്ഷം. ഇതാണ് മോദി പറഞ്ഞത്. ഇടയ്ക്ക് ഒരു സിനിമ വന്നു, അത് റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയായിരിക്കും, അദ്ദേഹം മനസ്സിൽ ഏത് സിനിമയെന്ന് അദ്ദേഹം പറയുന്നില്ല. ഒരു സിനിമ വന്നപ്പോൾ ലോകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി, ആ മഹാത്മാഗാന്ധി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. കാരണം ദീർഘകാലം തലമുറ മറന്നുപോയ ഒരു വ്യക്തിയെ ആറ്റൻബറോ അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് അതിശയത്തോടെ പുതിയ തലമുറ നോക്കുന്നു. ഈ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി എന്നാണ് മോദി പറയുന്നത്. ഉണ്ടായതല്ലേ അത്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു, MG റോഡിൻ്റെ ലോങ് ഫോം ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ഗാന്ധിജി ഈസ് ഗോൺ. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഗാന്ധിജി ഇല്ല. ഉണ്ടോ? ഗാന്ധിയുടെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വല്ലതും കാണും. ബാക്കി കറൻസി നോട്ടിലാണ് ഗാന്ധിജി ഉള്ളത്. ഇപ്പോൾ കറൻസി നോട്ടും അപ്രത്യക്ഷമായി, എല്ലാവരും സ്കാൻ പേ, UPI, ഗൂഗിൾ പേ ഒക്കെ അല്ലേ. എവിടെ ഗാന്ധിജി ആകെ കൂടെ വന്നു പോയോ ഉള്ളത് 50 പൈസയുടെ സ്റ്റാമ്പിലും ഈ നോട്ടിലുമാണ്. ഇത് രണ്ടും അപ്രസക്തമായി. ഇപ്പം ആരെങ്കിലും സ്റ്റാമ്പ് ഒട്ടിച്ച് കത്തയക്കാറുണ്ടോ? ഇല്ല. ഗാന്ധി അവിടുന്ന് പോയി. കറൻസി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഗാന്ധി അവിടുന്ന് പോയി. പിന്നെ എവിടെ ഗാന്ധി? ഇത് മോദി പറഞ്ഞതിൽ തെറ്റെന്താ, കുറ്റമെന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ അക്യൂസ് മൈസെൽഫ്, എന്നെയും കൂടെ ചേർത്ത് ഞാൻ കുറ്റം പറയും. വേണ്ട രീതിയിൽ ഗാന്ധിജിയെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് നിലനിർത്താൻ ഞാനും പരാജയപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പ്രധാനമന്ത്രിയും പറയുന്നു ഹംനെ കുച്ച് നഹീ കിയാ ജി. ഇത് സത്യമല്ല. അദ്ദേഹം വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തുക, അദ്ദേഹം കൂടെ ചേർന്ന ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഫെയിൽ ടു പ്രൊജക്ട് ഗാന്ധി പ്രോപ്പർലി ഇൻ ദ ഇന്റർനാഷണൽ അറേന. ഇറ്റ്സ് എ ഫാക്ട്. അപ്പം അതിൽ ഗാന്ധിജിയെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നത് എന്താ? ഗാന്ധിജിയെ ബഹുമാനിക്കുകയാണ് ചെയ്തത്. കുറഞ്ഞ പക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മഹാത്മാഗാന്ധിയെ ഓർക്കാൻ ഒരാളുണ്ടായല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. വേറെ ആരെങ്കിലും ഓർത്തിരുന്നോ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക്? ഇല്ലല്ലോ. എല്ലാവരും വേറൊരു ഗാന്ധിയെ ഓർത്തു, സോണിയാഗാന്ധിയെ. അവർക്ക് വിലയുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയാണ്. മിസ്സിസ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആരാ? സോണിയാഗാന്ധിയാണ്, അല്ലാതെ മഹാത്മാഗാന്ധിയുടെ ഭാര്യയല്ല. സത്യത്തിൽ മിസ്സിസ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ആരാ വരേണ്ടത്? കസ്തൂർബ ഗാന്ധിയാണ്. ഇപ്പൊ മിസ്സിസ് ഗാന്ധി ആരാ? സോണിയാഗാന്ധിയാണ്. ഇതൊക്കെ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് മോദിയുടെ തെറ്റ്. അത് ഇനിയും പറയും, ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല. ഈ ബഹളം കണ്ട് മോദി ഭയപ്പെടാനും പോകുന്നില്ല. ഇത് കുറച്ചു പേർക്ക് മോദിയെ കുറ്റം പറയാൻ ഒരു കാര്യം കിട്ടി, അതിങ്ങനെ വളച്ചൊടിച്ച് അതിങ്ങനെ ആഘോഷിക്കുക. അദ്ദേഹം 15 ലക്ഷം രൂപ പോക്കണ്ടിട്ട് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അത് സത്യസന്ധമായിട്ട് വിശ്വസിച്ചിട്ട് എവിടെ 15 ലക്ഷം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിന്ദി. കേരളത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിയില്ല. ആ ഹിന്ദി അറിയാവുന്ന ഏതെങ്കിലും പൊട്ടനെ ഏതെങ്കിലും രീതിയിൽ അത് ഇംഗ്ലീഷിലാക്കി കഴിയുമ്പോൾ ഇവര് ആദരത്തിട്ട് കൊടുക്കും. ഈ കേരളത്തിലെ മീഡിയയുടെ കാര്യം അറിയാമല്ലോ. പ്രൈമ ഫേസി എന്ന യുവതി എന്നൊക്കെ പറഞ്ഞ് തർജ്ജമ ചെയ്യുന്ന ആൾക്കാർ ഓർക്കുന്നില്ലേ? ഇതൊക്കെയാണ് ഇവരുടെ ലെവൽ. അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദി അറിയില്ല. മാത്രമല്ല ഹിന്ദി അറിയാത്തൊരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കുന്ന പത്രക്കാർ. ഇന്നലത്തെ ഡിസ്കഷൻസിൽ രണ്ട് പേര് പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം സുജയ പാർവതി പറഞ്ഞു, ശരിക്കും വളച്ചൊടിക്കരുത് മോദിജി പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശരിക്കുള്ള കാര്യം എന്താ വെച്ചാൽ മോദിജി പറഞ്ഞത് ഗാന്ധിജിയെ പറ്റിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഫക്രുദ്ദീൻ അലി പറഞ്ഞു, എന്താ പറയുക, ഇത് മോദിജി ഗാന്ധിജിയെ അപമാനിച്ചതല്ല, ഇത് കോൺഗ്രസിനെ ട്രോൾ ചെയ്തതാണെന്ന്. സാറിൻ്റെ അഭിപ്രായം എന്താ? ഹി നെവർ ട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു ചിരിയും ഇതുമൊക്കെ ഉണ്ടാവും. ആ ട്രോൾ ചെയ്യുന്നത് ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ചെയ്യാനാണ്. ഇത് ഹി വാസ് ടോക്കിംഗ് വെരി സീരിയസ്ലി. ഈ പറഞ്ഞ ഈ മീഡിയ ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അവർ റോഡിലിറങ്ങി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ചോദിക്കണം. അവരുടെ കയ്യിൽ വടിയുമായിട്ട് പോയിട്ട് ചോദിക്കണം, ആരാ മഹാത്മാഗാന്ധി? രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ? ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടും. Then you will understand. വളരെ കുറച്ചായിരിക്കും.
യു ഡു ദാറ്റ് ടെസ്റ്റ് ഇഫ് യു ആർ കേപ്പബിൾ. അല്ലെങ്കിൽ ഞാൻ ഈ ചാനലുകാരോടൊക്കെ പറയുന്നത് ഇവർക്ക് നാല് ചുറ്റും നടക്കുന്നത് ഇവരറിയുന്നില്ല, അറിയണമെന്നുമില്ല. അവർക്ക് അവരുടെ ഒരു അജണ്ടയുണ്ട്, ആ അജണ്ട ഇങ്ങനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുക സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട്. ദാറ്റ് ഈസ് ഓൾ വാട്ട് ദേ സേ. ഈ പറയുന്ന ചാനലിലെ ഈ ദുരന്തരന്മാരെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ റോഡിൽ കണ്ടിട്ടുണ്ടോ? നോ, യു വിൽ നോട്ട് സീ ദം. കറുത്ത ചില്ല് പൊക്കി വെച്ച കാറിൽ ഇവര് കടന്നു കളയും, അല്ലാതെ റോഡിൽ ഇറങ്ങി നടക്കില്ല. നടന്നാലൊന്ന് ജനം കൈകാര്യം ചെയ്യുന്നുള്ള പേടിയുണ്ട്. ഇവരുടെ കയ്യിലിരിപ്പ് അത്രയാണില്ല. ദേ ഹാവ് ലോസ്റ്റ് ടച്ച് വിത്ത് പീപ്പിൾ. അവർ സ്റ്റുഡിയോയിൽ ഇരുന്ന് തന്നെ അവർ ഒപ്പീനിയൻ പോൾ ഉണ്ടാക്കും. അവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നോക്കിക്കോളൂ, നാളെയോ ഇന്നോ എക്സിറ്റ് പോൾ ഉണ്ടാക്കും. ഇതെല്ലാം എയർ കണ്ടീഷൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് അവരുണ്ടാക്കും. നരേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്യും. അത് പൊളിഞ്ഞു വീഴുന്ന അവർ ദുഃഖത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. ഓൾ ദീസ് പീപ്പിൾ ആർ ഇൽ ഇൻഫോംഡ്. കാര്യമറിയാതെ പറയുകയാണ്. ദർ ഇസ് നോ കണ്ടിന്യൂറ്റി. മോദി പറഞ്ഞത് ശരിയാണ്. മഹാത്മാഗാന്ധിക്ക് ഒരു കണ്ടിന്യൂറ്റി കഴിഞ്ഞ 75 വർഷമായിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഹി വാസ് ഗ്രേറ്റ്, എവരിബഡി ന്യൂ ഹിം. ഒരു കാര്യം ലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ടോ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാതെ പോയ ഒരാൾ മഹാത്മാഗാന്ധിയാണ്. വൈ? ഹി വാസ് എ ഗ്രേറ്റ് ഫിഗർ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ എല്ലാവരും അറിയും. ബട്ട് ഒരു കാര്യം, ഇംഗ്ലണ്ടിലെയോ അമേരിക്കയിലെയോ സാധാരണ ജനത അന്നും മഹാത്മാഗാന്ധി അറിയില്ല. ക്ലമന്റ് ആറ്റ്ലി അറിയും, മൗണ്ട് ബാറ്റൻ അറിയും, മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് അവരൊക്കെ അറിയുമായിരിക്കും. ബട്ട് സാധാരണക്കാര്, അവിടുത്തെ സാധാരണക്കാര് അറിയില്ല. അവർക്ക് അറിയണമെന്നുമില്ല. ഇവരെയൊക്കെ അറിയിച്ചു കൊടുക്കേണ്ട ചുമതല ആരുടെയായിരുന്നു? നമ്മുടെ ആയിരുന്നു. അത് നമ്മൾ ചെയ്തോ? നയിക്കിയാജി. ഇതാണ് മോദി പറയുന്നത്. സെയിം സ്റ്റൈൽ. നയിക്കിയാജി. नहीं, सच्ची में नहीं किया ना. आपने क्या किया महात्मा गांधी के लिए? ये आदमी जो है नरेंद्र मोदी, इसके आने के बाद पहला जो स्वच्छ भारत है, അതിന്റെ ചിഹ്നം എന്തായിരുന്നു? മഹാത്മാഗാന്ധിയുടെ കണ്ണാടിയായിരുന്നു. The first time a prime minister was sending or advertising or marketing Mahatma Gandhi, മോദിയാണ് ചെയ്തത്. വേറെ ഒരു പ്രധാനമന്ത്രിയും ചെയ്തില്ലല്ലോ. സോ ഇത് ചെയ്തില്ല എന്ന് സമ്മതിക്കുന്നതിൽ എന്താ കുഴപ്പം? അതിൽ ഗാന്ധിയുടെ അല്ല കുറച്ചിൽ, നമുക്കാണ് അതിൻ്റെ കുറച്ചിൽ. ഗാന്ധിക്ക് എന്താ, അദ്ദേഹം എന്നോ മരിച്ചുപോയി. ഹി ഡസൻറ്റ് എക്സ്പെക്ട് എനിത്തിങ്. ബട്ട് ഇറ്റ് വാസ് അവർ ഡ്യൂട്ടി ടു പ്രൊജക്റ്റ് ഒരു വേൾഡ് ലീഡർ നമ്മുടെ ഭാഗത്തു നിന്ന്. അതിന് പകരം നമ്മൾ കുറച്ചെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കിയത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഇപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത് നെഹ്റുവിനെയാണ്. ഗാന്ധിക്കോ ബാജുമേ കർദോ ഇല്ലേ? ഇപ്പോഴും മെയിൻ സ്ട്രീം ഇൻക്ലൂഡിങ് ദ മീഡിയ, അവർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ? നെഹ്റു ആണ്, നോട്ട് ഗാന്ധി. കാരണം ഗാന്ധി ഒരു ബുദ്ധിമുട്ട് പിടിച്ച ക്യാരക്ടറാണ്. വലിയ പ്രയാസമാണ് ഗാന്ധിയെ ഫോളോ ചെയ്യാൻ, മനസ്സിലാക്കാൻ ഒക്കെ. കാരണം സാധാരണക്കാരനായിരുന്നു ഗാന്ധി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം അർദ്ധരാത്രിയിൽ യൂണിയൻ ജാക്ക് ഇറക്കിയിട്ട് ഇന്ത്യൻ ത്രിവർണ്ണ പതാക പൊക്കുന്നു ജവഹർലാൽ നെഹ്റു. ഗാന്ധി എവിടെയായിരുന്നു? ആരോടെങ്കിലും ലക്ഷ്മി ചോദിച്ചു നോക്കി, എവിടെയായിരുന്നു ഗാന്ധി? ഏതെങ്കിലും ഫോട്ടോയിൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? Where was that old man? You started forgetting him from that point. ഗാന്ധിജി നവഖാലിയിലായിരുന്നു, ബംഗാളിൽ. ഹിന്ദു മുസ്ലിം ലഹള പറഞ്ഞ് അമർച്ച ചെയ്യാൻ സിംഗിൾ മാൻ ആർമിയായിട്ട് പോവുമായിരുന്നു. ഇവിടെ ഇദ്ദേഹം കൊടി വെക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണോ ഒരു മനുഷ്യൻ ഇത്രയധികം കഷ്ടപ്പെട്ടത്, ആ മൊമെന്റിൽ അദ്ദേഹം അവിടെ ഉണ്ടായില്ല. ഉണ്ടാവണമെന്ന് വാശിയും പിടിച്ചില്ല. ഞാൻ വന്നിട്ട് കൊടി പൊക്കിയാൽ മതി എന്ന് പറഞ്ഞില്ല. കൊടി പൊക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ അവിടെ നിന്ന് ക്യാമ്പ് ചെയ്തില്ല. അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിന്നില്ല, ഒന്നും ചെയ്തില്ല. ഗാന്ധിജി നവഖാലിയിൽ തൻ്റെ കുടിലിൽ രാത്രി 10 മണിക്ക് തന്നെ, ഭയങ്കര നിഷ്ഠാവാനായിരുന്നു ഗാന്ധിജി, മോദിയെ പോലെ തന്നെ. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുകയൊക്കെ. രാത്രി 10 മണിക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാഠനിദ്രയിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഈസ് ഇറ്റ് നോട്ട് എ മാൻസ് ഗ്രേറ്റ്നെസ്? അതെങ്കിലും നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലോകമൊക്കെ പോട്ടെ എന്ന് ഭാരതത്തിൽ തന്നെ എത്ര പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം? ദെൻ
ഇഫ് സംബഡി ഹാസ് ഡൺ എ ഗുഡ് ഫിലിം, ലുക്ക് അറ്റ് സാവർക്കർ. പ്രിയദർശന്റെ കാലാപ്പാനി വന്നപ്പോഴല്ലേ ആദ്യമായിട്ട് കേരളത്തിലെ ആളുകൾ സാവർക്കർ എന്ന് കേൾക്കുന്നത്. അതിനു മുമ്പും സാവർക്കർ ഉണ്ടായിരുന്നു. സാവർക്കറിനെ എന്തോ കാരണവശാൽ വഴിയിൽ അങ്ങ് ഇട്ട് കളഞ്ഞു. ആരുടെയും കുറ്റമൊന്നുമല്ല, അങ്ങ് വീണുപോകും ചരിത്രത്തിലെ ഫിഗേഴ്സിലെ. പ്രിയദർശൻ അത് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണ് സാവർക്കർ വരുന്നത്. പിന്നെ അതിന്റെ അസൂയ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് സാവർക്കർ മാപ്പ് കൊടുത്തു, ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. എന്ത് വായിക്കോട്ടെ, പ്രിയദർശൻ ഡിഡ് എ ഗ്രേറ്റ് സർവീസ് ടു മലയാളീസ് ബൈ ഷോയിങ് സാവർക്കർ ഇൻ കാലാപാനി. അത്രയെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി. സി, ഫിലിം ഈസ് എ മീഡിയം വിച്ച് റീച്ചസ് മില്യൺസ് ഓഫ് പീപ്പിൾ. അത് നിഷേധിക്കരുത്, അതിനൊരു റീച്ചുണ്ട്. അപ്പൊ അത് ആറ്റൻബറോ ചെയ്തതായിക്കോട്ടെ, അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു നിരോധിച്ച ഒരു ഗാന്ധിയെ പറ്റിയുള്ള സിനിമ ഉണ്ടായിരുന്നു, നയന വെസ്റ്റ് രാമ എന്നോ മറ്റോ പറഞ്ഞിട്ട് 60s ഇറങ്ങിയ സിനിമ. നെഹ്റു നിരോധിച്ചു ഗാന്ധിയെ പറ്റിയുള്ള സിനിമ. നെഹ്റു വലിയ ലിബറൽ ആണെന്നൊക്കെ ഇവർ പറയുകയില്ല. He has got his own. നെഹ്റു നിരോധിക്കാത്ത നാടകമില്ല, സിനിമയില്ല, ബുക്കില്ല. എത്ര ബുക്ക്, എത്ര പേപ്പർ, എന്തെല്ലാം നിരോധിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സിന് തന്നെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന വകുപ്പ് കൊണ്ടുവന്നത് ഭരണഘടനയുടെ 1ാം ഭേദഗതിയായിട്ട് കൊണ്ടുവന്നത് നെഹ്റുവാണ്. ബിക്കോസ് നെഹ്റുവിനെ വിമർശിച്ചിട്ട് ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പത്രം, അത് കമ്മ്യൂണിസ്റ്റുകാരുടെയാണ്. കമ്മ്യൂണിസ്റ്റിൽ ഏകദേശം നക്സലൈറ്റ് പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നു. ദെൻ RSSകാരുടെ ഓർഗനൈസർ, RSSന്റെ മുഖപത്രമല്ല, പക്ഷേ RSSകാരുടെയാണത്. ഈ രണ്ടും നിരോധിച്ചു. അവർ കോടതിയിൽ ചലഞ്ച് ചെയ്തു. കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു. ആ വിധി സർക്കംവെന്റ് ചെയ്യാനാണ് ഫസ്റ്റ് ടൈം ആദ്യത്തെ അമെൻമെന്റ് ഭരണഘടനയ്ക്ക് കൊണ്ടുവരുന്നത് നെഹ്റുവാണ്, ടു സർക്കംവെന്റ് ദിസ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സ്റ്റേറ്റിനെ കൈകടത്താം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു വകുപ്പ് 19(2) ആർട്ടിക്കിൾ അത് എഴുതി ചേർത്തത് നെഹ്റുവാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി വാസ് എ ലിബറൽ. ഹി വാസ് അതോറിറ്റേറിയൻ ഇൻ ഹിസ് റൂൾ ആൻഡ് ബിഹേവിയർ ഓൾസോ. അപ്പോൾ ഈ നെഹ്റുവിനെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഈ നെഹ്റുവിനെ അപ്ഡേറ്റ് ആയിട്ട് നിർത്താൻ എല്ലാവരും ഉണ്ട്. ആണ്ടിലൊരിക്കൽ ശിശുദിനമുണ്ട്, ആണ്ടിലൊരിക്കൽ ഗാന്ധി ജയന്തിയുണ്ട്. എന്താ പരിപാടി ഗാന്ധി ജയന്തിക്ക്? പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ശുചീകരണ വാരം എന്ന് പറയും, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ വാരം. ഇപ്പൊ അതുമില്ല. അതുകൊണ്ടാണ് സ്വച്ഛ ഭാരത് വന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിയുടെ കണ്ണാടി എടുത്ത് മോദി കാണിച്ചു കൊടുത്തത്. ബിക്കോസ് ഈ സ്വച്ഛത എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഒരു ബേസിക് മൂല്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പരിസരം ശുചിയായിട്ട് വെക്ക് കഴുത. ആദ്യം നന്നാവണമെങ്കിൽ, രാജ്യം നന്നാവണമെങ്കിൽ സ്വന്തം വീടും പരിസരവും സ്കൂള് പരിസരം ഇതെല്ലാം വൃത്തിയാക്കി വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്തു? ഒരാഴ്ച ശുചീകരണ വാരം ഗാന്ധി ജയന്തി പ്രമാണിച്ചു. ഇപ്പൊ ശുചീകരണ വാരവും കഴിഞ്ഞു, ഒന്നുമില്ല. ഗാന്ധി ജയന്തിക്ക് ഒരു കാര്യം മാത്രം, ഈ മദ്യപിക്കുന്നവർക്കറിയാം നാളെ ഗാന്ധി ജയന്തിയാണ്, കുപ്പി ഇന്നേ മേടിച്ച് വെക്കണം. ഈ രീതിയിൽ അവരാണ് ഗാന്ധിജിയെ ഓർമ്മ വയ്ക്കുന്നത്. ഒക്ടോബർ 2 നോക്കിക്കൊള്ളാം കേട്ടോ. ഗാന്ധി ജയന്തി, നാരായണഗുരു ജയന്തി, ഇതൊക്കെ ഓർമ്മ വയ്ക്കുന്നത് ക്ലാസ് മദ്യപന്മാരാണ്. അവർക്ക് ഇവരോട് ഒരു ബഹുമാനമുണ്ട്. കാരണം അവധിയാണ്, ഇന്നേ കുപ്പി വാങ്ങണം എന്നുള്ളത്. We must be thankful to those people. At least they remember Gandhi and Narayana Guru once in a year. We don't remember them. Then let us be thankful to Modi ji. ഈ പ്രാവശ്യം വിഷയമാക്കി ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നത്. Sure. Thank you.